guys, assalamualaikum. Welcome back to my channel Sajnas Kitchen. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വേഗം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.5 മീഡിയം സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങ്, 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് മുളക്, പിന്നെ കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, ഒരു വലിയ തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 1.5 കിലോ ചിക്കൻ ആവശ്യമുണ്ട്. പിന്നെ ഞാൻ 2 കറുകപ്പട്ടയുടെ ഇല, കുറച്ച് നല്ല ജീരകം, കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഏലക്ക എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു 4-5 പട്ടയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിപ്പാലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്ത് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ 4-5 ഗ്രാമ്പു, പിന്നെ ഞാൻ പട്ട ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നല്ല ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് നമ്മുടെ എണ്ണയിൽ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ കറുകപ്പട്ടയുടെ ഇലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ആ എണ്ണയിലൊന്ന് മുരിഞ്ഞ് വരുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച് 2.5 മീഡിയം സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒരുപാട് ബ്രൗൺ ആവരുത്, കാരണം നമ്മുടെ ചിക്കൻ സ്റ്റൂ വൈറ്റ് കളറായിട്ടിരിക്കുന്നതാണ് ഭംഗി. അപ്പോൾ ഒരുപാട് ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ സ്റ്റൂയുടെ കളറ് മാറും. പിന്നെ സവാള ഇങ്ങനെ ക്യൂബായിട്ട് അരിയുന്നതാണ് കേട്ടോ ഭംഗി. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവാള പെട്ടെന്ന് വാടി കിട്ടും. ഇനി ഞാനിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി നന്നായിട്ട് സോട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കീറിയാണ് എടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് പച്ചമുളക് കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. വെളുത്തുള്ളി കുറച്ച് മുന്തി നിൽക്കുന്നത് ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് സോട്ടായി വരുമ്പോഴത്തേക്കും നമ്മുടെ കഴുകി ഫ്രഷ് ആയിട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ 1.5 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുരുമുളക് 1 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാണ്. നമ്മൾ ഒരുപാട് കുരുമുളക് പൊടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഞാൻ കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എരിവിന് വേണ്ടി മാത്രമാണ്. ഒരുപാട് കുരുമുളകിൻ്റെ പൊടി ആയി കഴിഞ്ഞാൽ കളർ മാറും. ഇനി നമ്മൾ ചിക്കനിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചിക്കനിൽ ഒന്നുകൂടി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടാം. നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ഇടാൻ. ഇനി ഞാൻ ഈ ചിക്കൻ ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കൻ 10 മിനിറ്റ് കഴിഞ്ഞു. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ചിക്കനൊക്കെ നല്ല കുക്കായി വരുന്നുണ്ട്, തിളച്ച് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ തിളച്ച് വരുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ 2ാം പാല് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പം നമ്മുടെ ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ഇടാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് കൂടിപ്പോയെന്നൊന്നും വിചാരിക്കേണ്ട, കാരണം ചിക്കൻ സ്റ്റൂവിൽ നമുക്ക് ഉപ്പൊക്കെ ഒരു അത്യാവശ്യത്തിന് വേണം. അപ്പോൾ എൻ്റെ ഉപ്പ് കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ വേകുന്ന വരെ ഒന്ന് കുക്കാക്കാം. കാരണം തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വരണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നും കൂടി കുക്ക് ചെയ്യണം. അപ്പോൾ തിളച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഒന്ന് കുക്ക് ചെയ്ത് വരുന്നുണ്ട്. പൊട്ടറ്റോ നമുക്ക് ഉടച്ചെടുക്കാനുള്ളതാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അതേപോലെ തന്നെ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ കട്ടപ്പാൽ ഒഴിക്കുകയാണ്. 1ാം പാലാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ കാഷ്നട്ടിൻ്റെ പേസ്റ്റും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂക്ക് നല്ല ഗ്രേവി കിട്ടും. ഇനി കാഷ്നട്ട് പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് ഒഴിച്ചാലും മതി. ഇനി ഞാൻ അതേപോലെ തന്നെ നമ്മുടെ അത്യാവശ്യത്തിന് നമ്മുടെ ചിക്കൻ സ്റ്റൂ തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കറുകപ്പട്ടയുടെ ഇല ഞാൻ മാറ്റാണ്. അത് ഒരുപാട് അതിൽ കിടന്ന് ഇങ്ങനെ ഫ്ലേവർ ആവണ്ട. അതേപോലെ ഞാൻ ബോയിൽ ചെയ്ത ഉരുളക്കിഴങ്ങ് മാറ്റി ഞാനതൊന്ന് സ്മാഷ് ചെയ്തിട്ടിടാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടിയും കൊഴുപ്പ് കിട്ടും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഏകദേശം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകി മുകളിൽ നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട്.
അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ 3 ക്യാപ്സിക്കവും അതേപോലെ തന്നെ തക്കാളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അവസാനമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കളർഫുള്ളായിട്ട് കിട്ടുകയും ചെയ്യും, തക്കാളി ഒന്നും ഉടഞ്ഞൊന്നും പോകത്തുമില്ല. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടിയും ആഡ് ചെയ്യാണ്. അപ്പം നല്ല ഫ്ലേവർ കിട്ടും നമ്മുടെ ചിക്കൻ സ്റ്റൂക്ക്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഗരം മസാല ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോട്ടാവും. പത്തിരിയുടെയും അതേപോലെ തന്നെ പുട്ടിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ പോകാൻ പറ്റിയ ഒരു കറിയാണ് ചിക്കൻ സ്റ്റൂ. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനിയും പുതിയ ഡിഷസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ അസ്സലാമു അലൈക്കും.